ഒരിക്കൽ ചെഗുവേര ഫിഡൽ കാസ്ട്രോയോട് ചോദിച്ചു, യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് ഫിഡൽ കാസ്ട്രോ ഇങ്ങനെ മറുപടി കൊടുത്തു, നമ്മൾ പൊരുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചാലോ? വീണ്ടും ചെഗുവേര ചോദിച്ചു. അപ്പോൾ വീണ്ടും ഫിഡൽ കാസ്ട്രോ പറഞ്ഞു, വീണ്ടും നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കും. മക്കളെ, ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് നിങ്ങൾക്ക് 40 മാർക്കിൽ താഴെയാണെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ മാനസികാവസ്ഥ വിഷമത്തിലാണ്. ഒരുപാട് അധ്വാനിച്ച് കാണും, പക്ഷേ വേണ്ടത്ര ഒരു റിസൾട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ ഒന്ന് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ക്വസ്റ്റ്യൻ കൂടെ എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈ പ്രിലിംസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു അവസരം കൂടെ എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ എക്സാം കിട്ടാൻ ചാൻസ് ഉണ്ടോ? ആ ഒരു മാനസികാവസ്ഥയിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ സാധ്യത പൂർണ്ണമായിട്ടൊന്നും അസ്തമിച്ചിട്ടില്ല. കാര്യം 3,95,000 ആൾക്കാരാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്തത്. അതിലൊരു 2.5 ലക്ഷം ആൾക്കാർ എക്സാം എഴുതും. അതിനകത്ത് ഒരു 50,000 ആൾക്കാർ മാത്രമേ നന്നായിട്ട് പഠിച്ചിട്ട് വന്ന ആൾക്കാരുള്ളൂ. അതിൽ കുറേ ആൾക്കാർക്ക് മാർക്ക് കുറവായിരിക്കും. പക്ഷേ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രത്യേകത, 4000-ഓളം നിയമനങ്ങളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 കൂടെ ചേർത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഏറ്റവും അധികം നിയമനം നടക്കുന്ന ഡിഗ്രി ലെവൽ എക്സാം. ബാക്കിയുള്ള എല്ലാ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ കൂടെ ചേർത്ത് വെച്ചാലും 1500 നിയമനങ്ങൾ മാത്രം നടക്കുമ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എട്ടിക്ക് നിന്ന് 4000-ഓളം നിയമനങ്ങളാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതൊരു ചെറിയ വേക്കൻസി അല്ല, ഏറ്റവും വലിയ വേക്കൻസിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എഴുതുന്ന ഏറ്റവും അധികം നിയമനമുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ അത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു പ്രിലിംസ് എക്സാമിന് 40,000 പേരെങ്കിലും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കട്ട് ഓഫ് ഈ റേഞ്ച് ഒന്നും വരാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് താഴെ. കഴിഞ്ഞ പരീക്ഷ പോലെ കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കട്ട് ഓഫ് 39 മാർക്കായിരുന്നു പ്രിലിംസിന്റെ കട്ട് ഓഫ് വന്നത്. അന്ന് എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും നല്ല പാടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർക്കുള്ള മാർക്കിന്റെ റേഞ്ച് ഒരു 35, 45 ആ റേഞ്ചൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് മേ ബി താഴെ, ചിലപ്പോൾ ഉയർന്നെന്ന് പറയാൻ ഞാൻ മോഹന വാഗ്ദാനങ്ങൾ പറയുന്നില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഒരവസരം പോയാലും അടുത്ത അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെയാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു റേസ് ആണ് മക്കളെ ഇത്. അതായത് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, കുറേ ആൾക്കാർ ഇടയ്ക്ക് വെച്ച് വീഴും, അവരങ്ങ് നിർത്തിപ്പോകും. ആരാണോ അവിടെ നിന്ന് വീണ്ടും മേടിച്ച് ഓടുന്നത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്, അടുത്ത എക്സാമിന് ആദ്യ റാങ്കുകൾ മൊത്തം മേടിക്കുന്നത്. ഇന്ന് നിങ്ങൾ ആദ്യ റാങ്കുകൾ മേടിച്ച കുട്ടികളോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആയിരുന്നു ഇത്? ഈ ആദ്യത്തെ എക്സാമിനാണോ നിങ്ങൾ ആദ്യ റാങ്ക് അടിച്ചത്? അവർ ഉറപ്പായിട്ടും പറയും, എൻ്റെ ഒരിക്കലും ആദ്യത്തെ എക്സാം അല്ല, എൻ്റെ 5ാമത്തെ എക്സാം ആയിരിക്കും, 6ാമത്തെ എക്സാം ആയിരിക്കും, 7ാമത്തെ എക്സാം ആയിരിക്കും, ചിലപ്പോൾ 10ാമത്തെ എക്സാം ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ പരാജയങ്ങളൊന്നും തന്നെ ശരിക്കും പരാജയങ്ങളല്ല, നമ്മുടെ മിസ്റ്റേക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ അവസരങ്ങളാണ്. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ടൈം മാനേജ്മെന്റ് എൻ്റെ ഒരു വിഷയമാണ്, കറണ്ട് അഫയേഴ്സ് എൻ്റെ ഒരു പ്രശ്നമാണ്, മാത്സ് എനിക്ക് സ്പീഡ് കൂട്ടണം, ഇംഗ്ലീഷ് എനിക്ക് കുറച്ചുകൂടെ നോക്കാനുണ്ട്, അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരങ്ങളാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഒത്തിരി 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 അവസരങ്ങൾ വന്ന് കിടക്കാം. ഒത്തിരി അവസരങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ PSCയുടെ ഭാഗത്ത് നിന്ന് ഈ വർഷം വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് പഞ്ചായത്ത് സെക്രട്ടറി, ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഗസറ്റഡ് പോസ്റ്റ് അതായത് KS കഴിഞ്ഞാൽ കേരള PSC നടത്തുന്ന പരീക്ഷകളുടെ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള ഒരു പോസ്റ്റ്. അതേപോലെ തന്നെ LDC നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, LGS നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, CPO നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഈ വർഷം നിങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത് വരാൻ പോകുന്നു. അടുത്തൊരു ഏറ്റവും മികച്ച ഒരു ഡിഗ്രി ലെവൽ എക്സാമായ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് NTPC, ദെൻ ഗ്രൂപ്പ് D എക്സാംസ് മൊത്തം വരാൻ പോകുന്നു. അതേപോലെ SSC CGL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, CHSL നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, അടുത്ത GD കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. മക്കളെ, ഒന്നിന്റെയും അവസാനങ്ങളല്ല. ഈ പറയുന്ന ഞാൻ എൻ്റെ BTech കംപ്ലീറ്റ് ചെയ്തത് 33 സപ്ലികൾ എഴുതിയാണ് ഞാൻ BTech കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ അന്ന് നിർത്തിയിട്ട് പോയിരുന്നത്, എൻ്റെ ക്ലാസ്സിൽ ചിലപ്പോൾ ഏറ്റവും ഒന്നും പഠിക്കാത്ത പരാജയപ്പെട്ട ഒരു വ്യക്തി ഞാനായിരുന്നതാണ്. പക്ഷേ ഞാൻ അവിടെ അവസാനിച്ചില്ല. ഓക്കെ, എനിക്ക് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റി, എനിക്കത് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കാൻ പറ്റി, വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി, മൊത്തം എഴുതാൻ പറ്റി. അപ്പോൾ എല്ലാം ലൈഫിൻ്റെ ഒരു ഭാഗമാണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ മക്കളെ, ആർക്കാണ് നഷ്ടമുള്ളത്? നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ്, എന്നെ കൊണ്ട് ഈ എക്സാം ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ പ്രിപ്പറേഷൻ നിർത്തുകയാണ്. അങ്ങനെ ലൈഫിൻ്റെ ഒരു താൽക്കാലിക സന്തോഷത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു ജോലി കിട്ടുമായിരിക്കും, ഒരു ജീവിച്ച് പോകാനുള്ളൊരു സാലറിയിൽ നിങ്ങൾക്കൊരു ഉറപ്പായിട്ടും ഒരു ജോലി കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾ അതിനാണോ ഇത്രയും കാലം വർക്ക് ചെയ്തത്? ഒരിക്കലുമല്ല. മക്കളെ, ഒരാൾക്കും അവരുടെ ആദ്യത്തെ ശ്രമത്തിലോ 2ാമത്തെ ശ്രമത്തിലോ 3ാമത്തെ ശ്രമത്തിലോ അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും ബ്രേക്ക് കൊടുക്കാതിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടിലേക്ക് എത്തും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ രീതിയിലാണോ പഠിച്ചത്? നിങ്ങളുടെ പോരായ്മകളൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതായത് എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാൻ, മസ്റ്റായിട്ട് നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു. എല്ലാ ദിവസവും ഒരു ടോപ്പിക്കെങ്കിലും മിനിമം പഠിക്കുന്നു. ഒരു 3 ടോപ്പിക്കെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും റിവിഷൻ കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം.
നിങ്ങൾ പഠിച്ചത് മൊത്തം നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ദിവസം രാവിലെ ഞാൻ എണീറ്റു, ഒന്ന് അക്കൗണ്ടബിൾ ആവുകയാണ്. ഓക്കെ, രാവിലെ ഞാൻ ഇന്നൊന്ന് എണീറ്റു, ഈ ടോപ്പിക്ക് പഠിച്ചു, ഓക്കെ, ഇന്ന് റിവിഷൻ കൊടുത്തു. അങ്ങനെ നിങ്ങൾക്കൊന്ന് അക്കൗണ്ടബിൾ ആവാൻ പറ്റുന്നുണ്ടോ? ഇതിലേതെങ്കിലും ഒരു സാധനം നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്തത്തില്ല. അപ്പോൾ അടുത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തു. എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ഒരു 3 ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നു, ഇതൊന്ന് എഴുതിയിരുന്നു. ഓക്കെ, ഇന്നത്തെ എൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു, എൻ്റെ ഫോൾട്ടുകൾ ഇതായിരുന്നു, എൻ്റെ ഗുഡ് ഇതായിരുന്നു, അതൊന്ന് അക്കൗണ്ടബിൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ എന്തുകൊണ്ടെങ്കിലും അക്കൗണ്ടബിൾ ആവണമെന്ന് പറയുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തത് ഏത് സമയത്താണ്? നിങ്ങളുടെ +2 സമയത്തായിരിക്കും, +2ൻ്റെ പ്രിപ്പറേഷൻ സമയത്തായിരിക്കും, 10ാം ക്ലാസ്സിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഗ്രിയുടെ ഒക്കെ സമയത്തായിരിക്കും. അപ്പം എന്താണ് അതിന് കാരണം എന്നറിയാം? അന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നന്നായിട്ട് പഠിച്ചു എന്ന് ചോദിച്ചാൽ, അന്ന് നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരുന്നു, ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു. ഒരു ദിവസം ക്ലാസ്സിന് പോകാതിരുന്നാൽ ഉറപ്പായിട്ടും നിങ്ങളെ വീട്ടിൽ വിളിച്ചു ചോദിക്കും എന്തുകൊണ്ട് വന്നില്ല. അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ മൊത്തം നന്നായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി നന്നായിട്ട് കയറി വരും. പക്ഷേ എന്നാണോ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റാതിരുന്നത്, അന്ന് നിങ്ങൾ എന്തായിരുന്നില്ല? അക്കൗണ്ടബിൾ ആയിരുന്നില്ല. ആരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല, ആരും നിങ്ങളെ പുഷ് ചെയ്യാനില്ല, ആരും നിങ്ങളോട് പറയാനില്ല. നിങ്ങളൊരു സിസ്റ്റത്തിന്റെ ഭാഗമല്ലായിരുന്നു. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, ഒരിക്കലും അവിടെ പ്രൊഡക്ടിവിറ്റി വരത്തില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഓരോ ദിവസം ഒന്ന് എഴുതി പോവുക. ഇന്നെൻ്റെ ദിവസം ഇങ്ങനെയായിരുന്നു, നാളെ എൻ്റെ ദിവസം ഇങ്ങനെ ആയിരിക്കും. മക്കളെ, ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മനോഹരമായിരിക്കും. എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിക്ക് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്ന് ലൈഫിൽ സക്സസ് ആയ ആരോട് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കുക, അവർ ഉറപ്പായിട്ടും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിരുന്നു കാണും. അവർ ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്യാതെ വർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉറപ്പിക്കുക, 6 മാസം മാറ്റിവെക്കാൻ ഞാൻ റെഡിയാണ്. ഡേ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡേ 1 ഒരു ബുക്കിനകത്ത് നോട്ട് ചെയ്യുക, ഇത്രയും ആക്ടിവിറ്റീസ് ഞാൻ ചെയ്തു. ഡേ 2 ഇങ്ങനെ ചെയ്തു. ഞാൻ ഉറപ്പ് തരാം, ആ ഡേ 1ൽ നിന്ന് ഡേ 180ലേക്ക് പോകുമ്പോൾ, 180ലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറിയിരിക്കും. കുറച്ച് സമയത്തിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ ഡേ 1ൽ നിന്ന് 180ലേക്ക്, ഡേ 180ലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറിയിരിക്കും. നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോടാണ്, അതിന് നിങ്ങൾ റെഡിയാണോ? ഒരു ലൈഫിന്റെ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, CGL നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു എക്സാമിനെക്കാളും ഏറ്റവും മഹത്തരമായ എക്സാംസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി ഗസറ്റഡ് പോസ്റ്റ് ആണ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഏറ്റവും നല്ലൊരു സാലറിയാണ്. ഒരുപക്ഷെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പേ തന്നെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റും വരും. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നമുക്ക് അടുത്ത വർഷം ഏപ്രിലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റും, ഒന്ന് റീസ്ട്രക്ചർ ചെയ്യും, വീണ്ടും ഒരു റീസ്റ്റാർട്ട് കൊടുക്കും. അതേസമയം നിങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, കുഴപ്പമില്ല, ഞാൻ ഇതിൽ സ്റ്റേബിളാണ്, സന്തോഷമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ള എന്തായിരിക്കും നിങ്ങൾ 50കൾക്ക് ശേഷം, 50 വയസ്സുകൾക്ക് ശേഷം നിങ്ങളുടെ ഭാവി എന്താ ഒന്ന് ആലോചിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റത്തില്ല. സോ ആവേശത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതല്ല ലൈഫ് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ, മറിച്ച് ഇരുന്നൊന്ന് ആലോചിക്കുക. ഇരുന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് ലൈഫിൽ ഒരു റീസ്റ്റാർട്ട് കൊടുത്തോണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേ 1 മുതൽ ഡേ 180 വരെ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിരിക്കും. ആ ട്രാൻസ്ഫോർമേഷന് നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ യെസ് എന്ന് കമന്റ് ചെയ്തോ. ഉറച്ച മനസ്സോടെ താഴെ യെസ് എന്ന് കമന്റ് ചെയ്തോ. എന്നിട്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്തോ. അതിന് ഫുൾ സപ്പോർട്ടുമായിട്ട് നമ്മൾ ടീം സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ കാണും. അപ്പോൾ യെസ് എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഉറച്ച മനസ്സോടുകൂടി മാത്രമേ നിങ്ങൾ കമന്റ് ചെയ്യാവൂ. നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്.